ഒരാഴ്ച മുമ്പ് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ വലിയ ആഘോഷമായിരുന്നു. മലപ്പുറത്ത് ഏകദേശം 1 ഡസനോളം സ്ത്രീകളെ സ്റ്റേജിൽ കൊണ്ടുവരുന്നു. ചില സ്ത്രീകളെല്ലാം കണ്ണും മൂടിയിട്ട് മറ്റേ പർദ്ദ ഇട്ടിട്ടുണ്ട്. അധികം പേരും ഈ പർദ്ദ ഇട്ടിട്ടുണ്ട്. ഒരു ഉസ്താദ് താടിക്കാരൻ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നു, ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ട്. ഇവരൊക്കെ വീട്ടിൽ പ്രസവിച്ചവരാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിക വിശ്വാസികൾ ഭയങ്കര രീതിയിൽ ആഘോഷിക്കുന്നു, കൈയടിക്കുന്നു, വലിയ സംഭവമാക്കി അതിനെ മാറ്റുന്നു. അപ്പം അതിൻ്റെ വീഡിയോ എനിക്ക് അയച്ചു, ഞാനിത് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ പല സീനിയറായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് ഡോക്ടേഴ്സിനോടും മറ്റുള്ള സീനിയർ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചു, ഇതെങ്ങനെ ഇത് ഫർദറായിട്ട് ഇതെങ്ങനെ ഇത് കൊണ്ടുപോകാൻ സാധിക്കും? കാരണം ഇതിനകത്ത് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലയോ? അതിൻ്റെ അകത്ത് ഞാൻ സംസാരിച്ച 7 or 8 സീനിയറായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റുകൾ എന്നോട് പറഞ്ഞത് ഇത് ഭയങ്കര ഡേഞ്ചറാണെന്ന്. ഇത് ഈ പഴയ കാലത്ത് ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ പ്രസവിക്കുന്ന രീതിയും ഇപ്പോഴത്തെ രീതി, കാരണം ഇപ്പോഴത്തെ അതേപോലെ ഇത് വീട്ടിൽ പ്രസവിക്കുകയും ചെയ്താൽ ഈ കുട്ടിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരിക്കണം ആദ്യം മുതൽ. കാരണം എന്ന് മുതൽ അവർ ക്യാരി ചെയ്യുന്ന അന്ന് മുതൽ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിരിക്കണം. റെഗുലറായിട്ടുള്ള പരിശോധന വേണം. ഇപ്പം മെയിൽ എന്ന് പറയുന്നത്, അതായത് ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഈ സ്ത്രീ എന്ന് പറയുന്നത് ക്യാരി ചെയ്യുന്ന ആ സ്ത്രീ അവർ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഇതൊക്കെ കോംപ്ലിക്കേഷനാന്ന് പറയുന്നു. അതായത് മരണത്തിന് സാധ്യതയുണ്ട്. ഇപ്പം ഈ കാണുന്ന പ്രസവമൊന്നുമല്ല. ഫർദർ കുറച്ചുകൂടെ കഴിയുമ്പോൾ 2 പേര്, കുട്ടിയും കോംപ്ലിക്കേറ്റഡ് ആവും, അമ്മയും കോംപ്ലിക്കേറ്റഡ് ആവും. ഇപ്പം അറിയുന്നു 34 വയസ്സുള്ള അസ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീ, അവർ 5ാമത്തെ പ്രസവം അവർ കൊല്ലപ്പെട്ടു. ഞാൻ ആ വാക്ക് ഉപയോഗിച്ചു, മരിച്ചു എന്ന് പറയുന്നില്ല, കൊല്ലപ്പെട്ടു. ബ്ലീഡിങ് ഉണ്ടാകാം, ഹെവി ബ്ലീഡിങ് ഉണ്ടാകാം, സർജറി ആവശ്യമുള്ളിടത്ത് സർജറി ചെയ്യണം. ഈ പഴയുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ല ഇന്നത്തെ ലൈഫ് സ്റ്റൈല്. ഇപ്പം എൻ്റെ ഗ്രാൻഡ് പേരൻസിനെ പറ്റിയൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. 8 പ്രസവിച്ച് എല്ലാം വീട്ടിലായിരുന്നു. പക്ഷെ അന്ന് കഴിച്ചിരുന്ന ആഹാരവും ലൈഫ് സ്റ്റൈലും പൂർണ്ണമായിട്ടും വ്യത്യാസമായിരുന്നു. ഇത് നോർത്ത് പോൾ സൗത്ത് പോൾ പോലെയാണ്. ജീവിത രീതി അങ്ങനെയായിരുന്നു. ഈ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവരൊക്കെ ശരിക്കും അധ്വാനശീലരാണ്. അങ്ങനെയാണ് വീടൊക്കെ പുലർത്തിക്കോട്ടെ. കാരണം അന്ന് ഈ പറഞ്ഞ പോലെ പണമൊന്നുമില്ല. ശരിക്കും അധ്വാനിച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആ രീതിയിൽ നിന്നും മാറിയിട്ട്, അതായത് നമ്മളിപ്പം ഡിജിറ്റൽ 21ാം നൂറ്റാണ്ടിൻ്റെ റണ്ണിങ് സ്റ്റേജിലാണ്. അവിടെ ഭാര്യയും ഭർത്താവും പഴയ പോലെ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, കുട്ടികളുണ്ടാകുന്നു. അതേപോലെ 5 പ്രസവിക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഈ പറയുന്നത് സിമ്പിളല്ല. ഇതൊക്കെ ചുമ്മാതെ ഈ മദ്രസ പൊട്ടന്മാർ നിങ്ങളുടെ തലയിൽ ഏൽപ്പിക്കുന്നു. ഇവർ ഈ ഡോക്ടേഴ്സ് പറയുന്നത് ഭയങ്കര സംഭവമായത്. 5 പ്രസവിക്കുക എന്നൊക്കെ പറയുന്നത് ഈ സ്ത്രീ എന്ന് പറഞ്ഞ് ഇല്ലാതായി പോവും. പിന്നെ ഇവന്മാരുടെ ആവശ്യം അത് തന്നെ, അജണ്ടയാ ഈ സ്ത്രീകളെ നശിപ്പിക്കുക. കാരണം അതാണല്ലോ അവർ പഠിച്ചിരിക്കുന്നത്. അവരെപ്പോഴും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അവരുടെ മതത്തിൻ്റെ ഭാഗം ഇത് തന്നെയാണ്. സ്ത്രീകളെ 4 കെട്ടാം, ഒരാളെ അടിമയാക്കാം. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവരിത് ചെയ്യുമ്പോൾ അവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ ഇതിനെ എതിർക്കണം. ഞാനിത് സയൻറ്റിഫിക്കലി പല ഡോക്ടർമാരോട് ചോദിച്ചിട്ടാണ് ഇത് ഈ വീഡിയോയിൽ ഈ സംഭവം ഞാൻ പറയുന്നത്. കാരണം ഞാൻ ഡോക്ടറല്ല, ഞാൻ മെഡിക്കൽ പ്രൊഫഷണല്ല, ഞാൻ ഒരു ജേർണലിസ്റ്റ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദിച്ച് മനസ്സിലാക്കി. കാരണം ഭയങ്കര കോംപ്ലിക്കേഷനാണ് ഡെലിവറി എന്ന് പറയുന്നത്. സിമ്പിളല്ല ഇത്. കാരണം എന്ന് മുതൽ ക്യാരി ചെയ്യുന്ന അന്ന് പോലെ ഇഷ്യൂ ആണ്. പല സംഭവങ്ങളുണ്ട്, പല ടെസ്റ്റുകൾ വേണം, ഇതെല്ലാം ചെയ്യണം. കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി നോക്കണം, അമ്മയുടെ ആരോഗ്യസ്ഥിതി നോക്കണം. മറ്റവനിത് ഈ മൂരിയായിട്ട് നടക്കുമല്ലയോ, അവനിങ്ങനെ പ്രസവിപ്പിച്ചോണ്ടിരിക്കണം പെണ്ണുങ്ങളെ കൊണ്ട്. കാരണം കൃഷിഭൂമിയല്ലയോ. അതുകൊണ്ട് ഞാനിത് പറയുന്ന മുസ്ലിം സഹോദരിമാരോടാണ്, നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുക്കുക. ഇവന്മാർ പറയുന്നത് കേൾക്കരുത്. ഇവന്മാർക്ക് മതതല ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഈ സ്ത്രീകളെ ഇവർക്ക് 3ഉം 4ഉം കെട്ടണം. അതിനെന്തെങ്കിലും വഴി ഒപ്പിച്ച് ഈ പുതിയ സംഭവം ഉണ്ടാക്കി വരികയാണ് ഇസ്ലാമിക രീതി. ഇതാണ്
ഡോക്ടറെ കാണരുത്. ഇതൊക്കെ പഴയ സംഭവമാണ്. ഡോക്ടറെ പണ്ടും നമുക്ക് ഈ നാട്ടുവൈദ്യന്മാരുണ്ട്, അതായത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള, ഞാനീ പറയുന്നത് വളരെ പഴയ കാലമൊന്നുമല്ല, ഒരു 50-60 വർഷം മുമ്പ് ട്രഡീഷണൽ നാട്ടുവൈദ്യന്മാരുണ്ട്. ഇപ്പൊ പാമ്പ് കടിച്ചാൽ പോലും ട്രഡീഷണൽ നാട്ടുവൈദ്യന്മാരാണ്. അപ്പൊ അതിൽ ജോണ്ടിസ്, മഞ്ഞപ്പിത്തം വരുന്നു, ഇതൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത് കംപ്ലീറ്റ് മാറി. ഇതിനകത്ത് മുഴുവൻ സയൻസും ഈ കാര്യങ്ങളും മെഡിസിനും ആ രീതിയിലാണ് ഇത് പോകുന്നത്. കാരണം ആ ജീവിത ശൈലിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. വീട്ടിൽ പ്രസവിക്കുക, ഡോക്ടറെ കാണരുത്, മെഡിക്കൽ ചെക്കപ്പിന് പോകരുത്, ഒരു ടെസ്റ്റിനും പോകരുത്, കുട്ടിയുടെ ആരോഗ്യസ്ഥിതി നോക്കരുത്, അമ്മയുടെ ആരോഗ്യസ്ഥിതി നോക്കരുത്. ഇത് ഭയങ്കര ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് ഇവന്മാർ ചെയ്യുന്നത്. ഇനി അടുത്തൊരു സംഭവം, ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവർ കേൾക്കാൻ വേണ്ടി, നിങ്ങൾ ഈ പറയുന്ന വീട്ടിൽ പ്രസവം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹോസ്പിറ്റൽ, ഞാൻ പറയുന്ന എക്കോണമി ആ സ്ഥലത്തെ, ആ എക്കോണമി വെച്ചാൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്ക്, കുഴപ്പമില്ലാത്തൊരു ക്ലിനിക്ക്, ആശുപത്രിയുടെ അവിടെ ഒരു ഗൈനക്കോളജിസ്റ്റോട് ഉറപ്പായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ആയിരിക്കും, സ്ത്രീ ആയിരിക്കും. ഇവർ ഈ പറഞ്ഞ ഈ എഡ്യൂക്കേഷനൊക്കെ പോയി പഠിച്ചിട്ട് വന്നിട്ട് ഡോക്ടറായിട്ട് അവിടെ ഇരിക്കുക. നിങ്ങളുടെ ആൾക്കാർ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഡോക്ടറെ കാണാൻ പോകുന്നത്, അത് സംഭവിച്ച് ഫൈൻ. അവിടെ ഒരു എക്കോണമി ഉണ്ട് ആ സൊസൈറ്റിയിൽ, ആ കമ്മ്യൂണിറ്റി, ആ ഗ്രാമത്തിൽ, അല്ലെ ആ ഭാഗത്ത്. അവിടെ ഇത്ര ഡോക്ടേഴ്സ് ഉണ്ട്, ഇത്ര പേര് ജോലിക്കാരുണ്ട്, ഇത്ര പേര് നേഴ്സസ് ഉണ്ട്. അപ്പൊ ആ ഡോക്ടർക്ക് ജോലി ഇല്ലാതാവുക. കാരണം ഒരു ക്ലിനിക്കില് ഒരു മീഡിയം ലെവൽ ആശുപത്രിയിൽ ഈ ഗൈനക്കോളജി എന്ന് പറയുന്ന ആ ആശുപത്രിയുടെ എക്കോണമിയുടെ നെടും തൂണ. നിങ്ങൾ വീട്ടിൽ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഡോക്ടറിന് ജോലി ഇല്ലാതായി. എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. അതാണ് ഈ പൊട്ട വിഡ്ഢികൾ പറയുന്നത്. കാരണം പിന്നീട് അവിടെ ആരെങ്കിലും കൊണ്ട് ആശുപത്രി വെക്കും. കാരണം ആശുപത്രി ചെയ്യുന്ന നഷ്ടമോ? ഞാൻ ഈ ആശുപത്രി പോകുന്നതിൻ്റെ കാര്യമല്ല പറയുന്നത്. ഒരു ലോക്കൽ കമ്മ്യൂണിറ്റി നെയ്ബർഹുഡ് എന്നൊക്കെ പറയുന്നത്, അതിനകത്തൊരു ഹോസ്പിറ്റലുണ്ട്, അതിൻ്റെ അകത്ത് മറ്റു പല സംഭവങ്ങളുണ്ട്, പല കാര്യങ്ങളെല്ലാം ക്ലബ് ചെയ്തിട്ടാണ് ഒരു കമ്മ്യൂണിറ്റി അവിടെ താമസിക്കുന്നത്. അതിനകത്ത് എല്ലാവരും ഒരു നെറ്റ്വർക്കുണ്ട്. ആ ഒരു നെറ്റ്വർക്കിനെ മുഴുവനും മാറ്റിക്കഴിഞ്ഞാൽ, അവിടെ ഒരു ആശുപത്രി ഇല്ലാതായി കഴിഞ്ഞാൽ, അവിടെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പോകും. ഇനി അസുഖം വന്ന് അതിന് നിങ്ങൾ ആശുപത്രി പോകണ്ടെന്നുള്ള ധാരണ. നിങ്ങൾ പഴയ നൂറ്റാണ്ടിലോട്ട് പോവുക. ഇതാണ് ഞാൻ പറഞ്ഞ ഇവന്മാരെല്ലാം മദ്രസ പൊട്ടന്മാരാണ്. ഇവന്മാർക്ക് വിവരമെന്ന് പറഞ്ഞ സാധനമില്ല. അതുകൊണ്ടാണ് ഈ ഹമാസിനെയും പിന്തുണച്ച് ഭീകരവാദികളെയും പിന്തുണച്ച് നടക്കുന്നത്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരി, ഞാൻ അസ്മയുടെ റിപ്പോർട്ട് വായിച്ചിട്ട് ഇവരെല്ലാം കൂടെ പറഞ്ഞ കുടുംബം എല്ലാം കൂടെ ചെയ്തിട്ട് ആ സ്ത്രീയുടെ ലൈഫ് എന്ന് ആലോചിച്ച് 5 പ്രസവം, ഹൊറബിൾ. എന്നിട്ട് ആ സ്ത്രീ കൊല്ലപ്പെട്ടു. എന്താണുള്ള കാര്യം പോലീസുകാർ അന്വേഷിക്കുക. കാരണം കേരളത്തിലെ ഗവൺമെന്റ് പോലും ഇങ്ങനൊരു സംഭവം ക്യാമ്പയിൻ നടക്കുമ്പോൾ അതിനെതിരെ കേരളത്തിൻ്റെ ഹെൽത്ത് മിനിസ്റ്റർ മുന്നോട്ട് വന്ന് പറയണത് ഇത് ചെയ്യരുത്, തെറ്റാണ്. ആ സ്ത്രീക്ക് അതിനുള്ള സമയമൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെ വോട്ട് ബാങ്കിനെ പേടിച്ച് അവർ പറയുന്നില്ല. ഞാനിത് പറയുന്നത് വളരെ സീരിയസ് ആണ്. നിങ്ങളൊരു തലമുറയെ നശിപ്പിക്കാൻ, ഒരു സ്ത്രീ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഈ മദ്രസ, താലിബാൻ, ഈ മിനി പാകിസ്ഥാൻ പൊട്ടന്മാർ ഇറങ്ങിയിരിക്കുകയാണ്. വിവരവും വിദ്യാഭ്യാസവും ഇവന്മാർക്കില്ല. ഉണ്ടെങ്കിൽ തന്നെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ മേജർ അജണ്ട എന്ന് പറയുന്നത്. ഇതിനെതിരെ നിങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കണം. നിങ്ങൾ സ്ത്രീകൾ ഒരുമിച്ച് നിന്നാൽ മതി, ഇവന്മാരോടും. ഇവന്മാർ ഭയങ്കര പേടിച്ചൂറുകൾ. കാരണം ഇവന്മാർ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആണ്. ഈ പക്ക മത തീവ്രവാദം കയറിയ സുഡാപ്പികളാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇവന്മാരെ സമൂഹത്തിനും അല്ലെങ്കിൽ ഇവന്മാർ വിപത്താണ്. ഇപ്പൊ സ്ത്രീകളെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് വീട്ടിൽ പ്രസവം. ഇന്നത്തെ സമയത്ത് വീട്ടിലെ പ്രസവം, പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞാലും കുട്ടിയായി ഫർദർ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. എല്ലാ ഡോക്ടേഴ്സ് കൃത്യമായിട്ട് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകും. പ്രോപ്പറായിട്ടുള്ള പ്രോട്ടീനും മെഡിസിനും അല്ല മെഡിക്കേഷനിൽ തന്നെ ഇത് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അമ്മയ്ക്കും ബാധകമാണ്, കുട്ടിക്കും ബാധകമാണ്. നിങ്ങൾ ഞാൻ നിങ്ങളുടെ കാലയെ പിടിച്ച് പറയുക. ഇവന്മാരെ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്യുക. ഇവന്മാർ പറയുന്നത് വിശ്വസിക്കരുത്.
ഇവർക്ക് ഇതൊക്കെ അറിയാമെങ്കിൽ തന്നെയും ഇവർ നശുകൂലത്തിന്റെ പാതയിലാണ് പോകുന്നത്. ഏതെങ്കിലും രീതിയിൽ സ്ത്രീകളെ നശിപ്പിക്കുക, കാരണം സ്ത്രീകൾ വരരുത്. ഇതാണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് എടുത്തിടുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, 1 രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസ് എടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. അപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി. നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടുകൂടെ പ്രതീക്ഷിക്കുന്നു.